നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച സമ്പൂർണ്ണ പരാജയം. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല. നിവേദനം നൽകിയെന്ന് മന്ത്രി ബാലഗോപാൽ വീണ്ടും പറയുന്നു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ സുപ്രീം കോടതി നിർദ്ദേശാനുസരണം കേന്ദ്ര സർക്കാരുമായി ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടു. ചർച്ചയിൽ കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ലെന്നും കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രത്തിന് അതൃപ്തിയുണ്ടെന്നുമാണ് ബാലഗോപാലിന്റെ ഇപ്പോഴത്തെ വാദം. കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന നിലപാടാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ കേന്ദ്ര ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ചർച്ചയുടെ പുരോഗതി കേന്ദ്രവും കേരളവും തിങ്കളാഴ്ച സുപ്രീം കോടതിയെ അറിയിക്കും. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി, അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നിവരുൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു. കേരളത്തിലെ ധനമന്ത്രി KN ബാലഗോപാലിനെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവർ പങ്കെടുത്തു. അടുത്ത ദിവസമുള്ള സെക്രട്ടറി തല ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് ബാലഗോപാൽ പറഞ്ഞത്. ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. അനുകൂലമായ മറുപടി ലഭിച്ചില്ല. ന്യായമായി കിട്ടേണ്ട കാര്യങ്ങൾ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ തരത്തിലേക്ക് കേരളത്തെ കൊണ്ടുവന്നെത്തിച്ചതെന്ന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശിവൻകുട്ടിയുടെ വീടിന് മുന്നിലെ ഓട വൃത്തിയാക്കാനായി 8 ലക്ഷം രൂപ അനുവദിച്ചു എന്നുള്ളതാണ്. സാധാരണക്കാരന് പെൻഷൻ കൊടുക്കാനും സാധാരണക്കാരന് മറ്റുള്ള കാര്യങ്ങൾ നിർവഹിക്കാനും RC ബുക്ക് കൊടുക്കാൻ, അതായത് അടിസ്ഥാന വർഗ വിഭാഗത്തിന്റെ ഒരു ആവശ്യങ്ങളും നിറവേറ്റാതെ മന്ത്രിമാരുടെയും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട ആൾക്കാരുടെയും കാര്യങ്ങൾ മാത്രമാണ് ഫലത്തിൽ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ട് പോകുന്നത്. മന്ത്രിമാർക്ക് ഇവിടെ നിന്ന് പോയി അവിടെ ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ കാശുണ്ട്. അതുപോലെ തന്നെ എന്ത് പരിപാടി നടത്തിയാലും ഊരാളുങ്കലിന് കൊടുക്കാൻ കാശുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വീട് മോടി പിടിപ്പിക്കാൻ, കർട്ടൻ ഇടാൻ, കണ്ണാടി വാങ്ങാൻ, അങ്ങനെ എല്ലാത്തിനും മന്ത്രിമാർക്കും MLA മാർക്കും എല്ലാം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർ മുന്നോട്ട് പോകുമ്പോഴാണ് സാധാരണക്കാരന് ജീവിക്കാനുള്ള, അതായത് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം, ഏറ്റവും ജീവിക്കാനുള്ള പെൻഷൻ അടക്കമുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ടൊരു കേരളത്തെ കടക്കടിയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഭരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്ന് നമുക്ക് വ്യക്തമാകുന്നു. അതിന്റെ പരിണത ഫലങ്ങളാണ് ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് എവർക്കും അറിയാം. എന്നാൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനുവേണ്ടി കോടതിയിൽ പോയെങ്കിലും അതും യാതൊരു വിധത്തിലും അംഗീകരിക്കപ്പെടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.